നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു ദൈവദിന ഭാഗം വായിച്ചതിന് ശേഷം നമുക്ക് ദൈവസന്നിധി താണിരിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം യേശുവിൻ്റെ നാമം എന്ന വിഷയമാണ്. യേശുവിൻ്റെ നാമം പറഞ്ഞ യേശുവിൻ്റെ നാമം. എഫേസ്യ ലേഖനം 1-ന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം, ഒരുമിച്ച് വായിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകാം. എങ്കിലും ഈ ഒരു വേദഭാഗത്തെ നമുക്കതിൻ്റെ ശരിയായ അർത്ഥതലങ്ങൾ മനസ്സിലായാൽ തന്നെ നമ്മുടെ ജീവിതത്തിന് വിടുതലായി എന്ന് വിശ്വസിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. ആരിലും ആരാധ്യൻ നീ, രാജാധിരാജാവും നീ, പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാവും, പാടി സ്തുതിച്ചിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന സ്തുതി രാജാവിന്. എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേശുനാഥ, ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ, ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹൃദയത്തിൽ നിന്ന് ഹല്ലേലൂയ, ആരാധന സ്തുതി രാജാവിന്. ആരാധന 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 സ്തുതി രാജാവിന്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമം ആരിലും ഉന്നതമായ നാമമാണ്. ആരുടെയും നാമത്തേക്കാൾ ഉന്നതമായ നാമമാണ്. ഞാൻ ഈ ഒരു ശുശ്രൂഷ തുടങ്ങുമ്പോൾ ഈ ഒരാഴ്ച മുഴുവൻ നമുക്ക് ധ്യാനിക്കുവാനുള്ളൊരു വിഷയമാണ് യേശുവിൻ്റെ നാമം. നൈനാൻ സാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം പല കൂട്ടായ്മകളിലും പോയിട്ടുണ്ട്. അദ്ദേഹം പല ആരാധനകളിലും വചന ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്തു. ആൻസി സഹോദരിയുടെ സമീപത്ത് അയൽവക്കത്തായിട്ട് താമസിക്കുന്ന ഒരു സഹോദരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വചനം നന്നായി അറിയാം. ഒത്തിരി പ്രാർത്ഥിക്കുന്നു, ഒത്തിരി കരയുന്നു, ഒത്തിരി വചനം കേൾക്കുന്നു. പക്ഷേ എപ്പോഴാണ് വിടുതൽ അദ്ദേഹത്തിനുണ്ടായത്? നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. കഴിഞ്ഞ മാസം അദ്ദേഹം സ്നാനമേറ്റ് യേശുവിൻ്റെ സഭയോട് ചേർന്നതോടുകൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതൊരു തുടക്കമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പഴയത് കടന്നുപോയി. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചാൽ നിങ്ങളൊരു അത്ഭുത ലോകത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാനിത് ആത്മാർത്ഥമായിട്ട് ഈ വചനം ഇങ്ങനെ പഠിപ്പിക്കാൻ എല്ലാവരും ഒരു വള്ളി പുള്ളി തെറ്റാതെ ഈ വചനത്തെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് പറയുന്നതിനും പഠിപ്പിക്കുന്നതിൻ്റെ കാരണം ഇതിൽ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം ഒരു അത്ഭുത ജീവിതമായി മാറാൻ തുടങ്ങും.
ഇതല്ലാതെ വേറൊരു മാർഗമില്ല നമുക്ക്. നമ്മൾ കൈകൊട്ടി പാടിയതുകൊണ്ടോ പല ആരാധനാ സ്ഥലങ്ങൾ സന്ദർശിച്ചതുകൊണ്ടോ നമ്മൾ ഒത്തിരി പ്രസംഗങ്ങളും ഇതൊന്നും കേട്ടതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തുടക്കം, ഒരു മൈൻഡ്, ഈ മൈൻഡ് സെറ്റുകൾക്ക് ഒരു മാറ്റമുണ്ടാകണം. നമ്മുടെ മനസ്സുകൾക്ക് എപ്പോൾ മാറ്റമുണ്ടാകുന്നോ, ദൈവം പറഞ്ഞത് മാനസാന്തരപ്പെടുക എന്നതാണ്. മാനസാന്തരപ്പെടാൻ ദൈവം ആവശ്യപ്പെട്ടിട്ട് മാനസാന്തരപ്പെടുന്ന മനുഷ്യന് അപ്പുറത്ത് ദൈവം മറ്റൊരനുഗ്രഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ, അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയും കഴിഞ്ഞ നാളുകളിലെ തോട്ട് പാറ്റേണും ലൈഫ് സ്റ്റൈലും ഇട്ടിട്ട് മൈൻഡ് സെറ്റുകൾ പൊളിച്ചു കളഞ്ഞിട്ട് ആ കോട്ടകളെ ഇടിച്ചു കളഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് ശാന്തമായിരുന്ന് ജീവിതത്തെ പണിയാൻ തുടങ്ങിയാൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു അത്ഭുത ലോകമാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയെ വിളിക്കുന്നത് ഇത് യേശുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയതാണിത്. ഈ സഭയ്ക്കകത്ത് വരുന്നവർ വീണ്ടും ജനിച്ചവരായിരിക്കണം. അവർ യേശുവിൻ്റെ രക്തത്താൽ മറുവില കൊടുത്തവരെ വീണ്ടെടുത്തതായിരിക്കണം. അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളിൽ ശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കണം. ഇത് വെറുമൊരു ഗിമ്മിക്ക് കളിക്കാനുള്ള ഒരു സ്ഥലമല്ല. ഇത് ദൈവത്തിൻ്റെ ജീവനറി വചനം പറയാനുള്ള സ്ഥലമാണ്. ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തെ അത്ഭുതകരമായി രൂപാന്തരപ്പെടുത്താൻ എനിക്ക് കഴിയില്ല, പക്ഷേ ദൈവത്തിന് കഴിയും. അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, അവൻ നിത്യപിതാവാണ്, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, അവൻ വാക്കുമാറുകയില്ലാത്തവനാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എൻ്റെ വാക്കുകൾ മാറുകയില്ല എന്നരുളി ചെയ്ത. അപ്പം 100% ആത്മാർത്ഥതയോടുകൂടിയാണ് ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാരെ ദൈവം നിർത്തിയിരിക്കുന്നത്. പറയുന്ന കാര്യങ്ങൾ നടക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്. കുഞ്ഞേ, നിന്റെ ജീവിതത്തിൽ തിരുത്തൽ വരുത്താൻ തയ്യാറാണെങ്കിൽ, ഈ വചനം കേട്ട് നീ മാനസാന്തരപ്പെടാൻ തയ്യാറാണെങ്കിൽ, ഈ വചനത്തിനനുസരിച്ച് നിന്റെ ജീവിതത്തിൻ്റെ തോട്ട് പാറ്റേൺ, ചിന്താ മണ്ഡലങ്ങളെ മാറ്റിയെടുത്താൽ ഈ ദൈവം നിന്നെ എത്ര അതിശയകരമായി നടത്തുമെന്നറിയാമോ? ഇതിവിടെ ഇരിക്കുന്ന നിങ്ങൾ ഈ സമയത്ത് തന്നെ ചിലർ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടവരോട് ഞാൻ നിങ്ങളോട് പറയാം ഒരു പ്രവചനം. നിങ്ങൾ വരുന്ന 10 ദിവസത്തിനുള്ളിൽ ദൈവത്തിൻ്റെ മിറക്കിൾസ് കാണാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം ചേഞ്ച് ചെയ്യുന്നതോടുകൂടെ, നിങ്ങൾ ഈ വചനത്തിനനുസരിച്ച് നിങ്ങൾ രൂപപ്പെടുത്താൻ തുടങ്ങുന്നതോടുകൂടെ കർത്താവ് നിന്നെ നിറയ്ക്കാൻ പോവുക, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ, പലർക്കും യേശുവിൻ്റെ നാമം അറിയാമെങ്കിലും യേശുവിൻ്റെ നാമത്തെ അതിൻ്റെ ആഴത്തിൽ അറിയത്തില്ല. യേശുവിൻ്റെ നാമത്തെ പലരും ഉപയോഗിക്കാറുണ്ടെങ്കിലും യേശുവിൻ്റെ നാമം ഒരു സാധാരണ നാമമായിട്ടാണ് പലരും കരുതിയിരിക്കുന്നത്. നമുക്കിവിടെ ഇരിക്കുന്ന ആരുടെ പേര് വേണമെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ്റെ പേര് പറയുന്ന പോലെ നമുക്ക് പറയാം. പക്ഷേ യേശുവിൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. സകല നാമത്തിനും മേലായി ഉയർത്തപ്പെട്ട നാമമാണ്. സകല നാമത്തിനും മേലായ നാമം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയില്ലെങ്കിൽ ഞാനൊരു കാര്യം കൂടെ പറയാം. പിതാവേ എന്ന, സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അതേ യേശുവിൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമമായി പിതാവായ ദൈവം ഉയർത്തിയെന്ന് പറഞ്ഞാൽ ആ നാമത്തിൻ്റെ മുകളിൽ വേറൊരു നാമം ഇല്ലെന്നല്ലേ? ആണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ യേശു എന്ന നാമമല്ല യേശുവിനുള്ളത്, അനേക നാമങ്ങളുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ കാണുന്ന പല നാമങ്ങളും യേശുവിൻ്റെ നാമം തന്നെയാണ്. നമ്മളതിനെക്കുറിച്ചൊരു ഡീപ്പറായ സ്റ്റഡി നടത്തിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. ക്രിസ്ത്യാനിയുടെ ദൈവം ആരാണെന്ന് ആര് ചോദിച്ചാലും നിനക്ക് ധൈര്യത്തോടെ പറയാം, എൻ്റെ ദൈവം യേശു ക്രിസ്തുവാണെന്ന്. അല്ലാതെ തിയോളജിയുടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. പിതാവ് അവിടെ ഇരിക്കുന്നു, പുത്രൻ ഇവിടെ നടക്കുന്നു, പരിശുദ്ധാത്മാ ഞങ്ങളിൽ ഇരിക്കുന്നു, ഇങ്ങനെ പറയരുത്. നമുക്കൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ പേര് നസറായനായ യേശു ക്രിസ്തു എന്നാണ്. അവൻ മനുഷ്യനായി അവതരിച്ചവനാണ്. അവനെ കംപ്രസ് ചെയ്ത് ഒരു മനുഷ്യ ശരീരത്തിൽ ഈ ഭൂമിയിലേക്ക് കന്യകയുടെ ഉദരത്തിൽ നിന്ന് ഉരുവാകുവാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു. ഉൽപ്പത്തി 3:15 മനുഷ്യരാശി നശിച്ചു പോയപ്പോൾ, മനുഷ്യരാശി പാപത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയ വലിയൊരു പദ്ധതിയാണ് കന്യകയിൽ നിന്ന് ഒരു മകൻ പ്രസവിച്ച്, ഒരു പുത്രൻ പ്രസവിച്ച്, ഒരു മനുഷ്യനായി ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് മനുഷ്യൻ്റെ വിടുതലിന് കാരണമായ മരക്കുരിശിലെ മരണം അവൻ ഏറ്റെടുക്കുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞേ. അപ്പം നമ്മുടെ ജീവിതത്തെ നിർണായകമായ വഴിത്തിരിവിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ഓരോ ദിവസത്തെ ശുശ്രൂഷ. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ റെവലേഷൻസിലേക്ക്, ഈ വെളിപ്പാടുകളിലേക്ക്, പറഞ്ഞ വെളിപ്പാട്. ഇപ്പം എന്നോട് ഈ കഴിഞ്ഞ ദിവസം എല്ലാം കർത്താവ് ഇടപെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഫിന്നിയുടെയും ഐശ്വര്യയുടെയും വിവാഹം നടക്കാൻ പോകും. ഫിന്നി വന്നില്ലേ? ഇന്ന് വന്നില്ലേ? വരും.
അപ്പോൾ ഫിന്നിയുടെയും ഐശ്വര്യയുടെയും വിവാഹം നടക്കുമ്പോൾ ഓരോ വിവാഹം എന്ന് പറയുന്നത് ഒരു മിസ്റ്ററിയാണ്. നിങ്ങൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായം വായിച്ചാൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പോലെയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. അതൊരു മർമ്മമാണെന്നാണ് വചനം പറഞ്ഞല്ലേ. മർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? മിസ്റ്ററി. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ രഹസ്യം എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല. നമ്മൾ ആ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ വ്യക്തിക്കറിയാം, ചിന്തിച്ചതുപോലെയൊന്നും അല്ല ഈ കാര്യങ്ങൾ. അതിനകത്ത് ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട്. ഒരു ഭാര്യ എന്ന വാക്കിൻ്റെ അർത്ഥം, ഒരു ഭർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം കുടുംബജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ആർക്കും അറിയില്ല, പലർക്കും അറിയില്ല. ഒരു ഭാര്യ എന്താണ്? അദ്ദേഹം ഒരു സ്ത്രീയാണ്. ഒരു ഭർത്താവാരാണ്? അദ്ദേഹം ഒരു പുരുഷനാണ്. ഇവർ രണ്ടുപേരുടെയും ജീവിതം എന്താണെന്ന് ദൂരത്തുനിന്ന് കണ്ടിട്ടേ ഉള്ളൂ. ഇവർ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് ഈ രഹസ്യമെല്ലാം മാറാൻ തുടങ്ങുന്നത്. ഇതുപോലെ തന്നെ ക്രിസ്തുവുമൊത്തുള്ള നമ്മുടെ ജീവിതവും നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് എന്തെല്ലാം മർമ്മങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു മർമ്മമാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന മർമ്മം. നിരവധി വേദപുസ്തകത്തിലെ നാമങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താം. ഒരു 50 നാമം. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വന്നാൽ വെളിപ്പാട് 1:8 ഓൾമൈറ്റി വൺ, സർവശക്തനായ കർത്താവ് എന്ന യേശുവിനെ കുറിച്ച് പറയുന്നു. ആൽഫ ആൻഡ് ഒമേഗ, ആൽഫയും ഒമേഗയുമാണെന്ന് വെളിപ്പാട് 22:13. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ഹീസ് അവർ അഡ്വക്കേറ്റ്, നമ്മുടെ വാദിക്കുന്ന നമ്മുടെ അഡ്വക്കേറ്റ് ആണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എബ്രായ ലേഖനം 12:2 ഓതർ ആൻഡ് പെർഫെക്റ്റർ ഓഫ് അവർ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ് യേശു എന്ന് പറയുന്നു. മത്തായി 28:18 സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് അരുളി ചെയ്ത അധികാരസ്ഥനാണ് ക്രിസ്തു എന്ന് വെളിപ്പെടുകയാണ്. ഇനി യോഹന്നാൻ 6:35 ബ്രെഡ് ഓഫ് ലൈഫ്, ജീവന്റെ അപ്പം എന്ന് യേശുവിനെ വിളിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 3:17 ബിലവഡ് സൺ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രിയപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നു. മത്തായി 9:15 ബ്രൈഡ് ഗ്രൂം എന്ന് പറഞ്ഞാൽ മണവാളൻ എന്ന് യേശുവിനെ വിളിച്ചിരിക്കുന്നു. 118-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാം വാക്യത്തിൽ ചീഫ് കോർണർ സ്റ്റോൺ, മൂലക്കല്ല് എന്ന് വിളിച്ചിരിക്കുന്നു. 1 തെസ്സലോനിക്കർ 1:10 ഡെലിവറർ അല്ലെങ്കിൽ നമ്മുടെ വിടുതലിൻ്റെ കാരണഭൂതൻ എന്ന് വിളിച്ചിരിക്കുന്നു. വെളിപ്പാട് 19:11 ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ, വിശ്വസ്തനും സത്യവാനുമായവൻ എന്ന് വിളിച്ചിരിക്കുന്നു. യോഹന്നാൻ 10:11 നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വല്ല എഴുതിയെടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ കുഴപ്പം എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും വലിയ പ്രാധാന്യമുള്ളതായി കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇരുന്ന് വേറെ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണ്, അന്നേരം അത് കുറിച്ച് വെക്കും. മനസ്സിലായല്ലോ? ബെരോവയിലുള്ള ജനത്തെ ദൈവം തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരെന്ന് വിളിച്ചതിൻ്റെ കാരണം അവർ കേൾക്കുക മാത്രം ചെയ്തതല്ല, അവർ വചനം അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കുകയും കൂടെ ചെയ്തു. ഞാനീ പറയുന്നത് അറ്റ്ലീസ്റ്റ് വചനത്തിലുണ്ടോ എന്നെങ്കിലും നോക്കാൻ ഒന്ന് കുറിച്ച് വെച്ചാൽ. നീതിപ്പോൾ കുറിച്ച് വേഗത്തിൽ പറഞ്ഞു പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ പറയട്ടെ, ഒരു പേനായും കടലാസും ഒക്കെ ആയി വന്ന് ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കണ്ടേ? മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. വെളിപ്പാട് 19:11 ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ, വിശ്വസ്തനും സത്യവാനുമായവൻ, നല്ല ഇടയനെന്ന് യോഹന്നാൻ 10:11 ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്. യേശു മരിച്ചത് ഒരു യാഗവസ്തുവിനെ പോലെയാണ്, ഒരു യാഗത്തിന് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയാണ്. പക്ഷെ മരിച്ചുയർത്തെഴുന്നേറ്റത് മഹാപുരോഹിതനായിട്ടാണ്. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ തനിക്ക് വേണ്ടി യാഗരക്തങ്ങളോടുകൂടെ കടന്നു പോകുമായിരുന്നു. പക്ഷേ ഈ മഹാപുരോഹിതൻ തനിക്ക് വേണ്ടി യാഗമർപ്പിക്കാൻ ആവശ്യമില്ലാത്ത മഹാപുരോഹിതനാണ്. അവൻ മഹാപുരോഹിതനായത് സ്വയം മരിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാണ്. യേശുവിനെ ആരും കൊന്നതല്ല, ദൈവത്തെ കൊല്ലാൻ ആർക്കും കഴിയില്ല. ദൈവം മരിച്ചതാണ് നമുക്ക് വേണ്ടി, യേശുവാണ് നമുക്ക് വേണ്ടി മരിച്ചത്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? എഫേസ്യ ലേഖനം 1:22 ഹി ഈസ് ദ ഹെഡ് ഓഫ് ദ ചർച്ച്, സഭയുടെ തല അവനാണ്, സഭയുടെ തല. ഹി ഈസ് ദ ഹോളി സെർവന്റ്. അപ്പോസ്തലർ 4:29-30 വാക്യങ്ങളിൽ അവൻ വിശുദ്ധനായ ശുശ്രൂഷകനാണ്, വിശുദ്ധനായ പരിശുദ്ധദാസൻ എന്നാണ് അവിടെ വിളിച്ചിരിക്കുന്നത്. യോഹന്നാൻ 8:58 ഐ ആം ഹു ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തവൻ യേശുവിനെ കുറിച്ചാണ്. യെശയ്യാവ് 7:14 ഇമ്മാനുവേൽ എന്ന് വിളിച്ചത് യേശുവിനെ കുറിച്ചാണ്. 2 കൊരിന്ത്യർ 9:15 ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ്, വർണ്ണിച്ചുകൂടാൻ കഴിയാത്ത ദാനം നിമിത്തം ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വർണ്ണിച്ചുകൂടാൻ കഴിയാത്ത ദാനം യേശുവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന നല്ലൊരു ഗിഫ്റ്റ്, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദാനം യേശുവിനെ നിനക്ക് ലഭിക്കുക എന്നതാണ്. യോഹന്നാൻ 1:11-12 വാക്യങ്ങൾ പറയുന്നു,
അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. യോഹന്നാൻ 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമ്മൾ പഠിക്കുന്നില്ലാത്തതുകൊണ്ട് നിത്യജീവൻ എന്താണെന്ന് അറിയത്തില്ല. നിത്യജീവൻ ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ ആകപ്പാടെ പ്രശ്നമാകും. അതുകൊണ്ട് ഞാനത് ചോദിക്കാൻ നിൽക്കുന്നില്ല. കേൾക്കാമല്ലോ അല്ലേ? പുറകിലും ജിൽജിത്ത് ബ്രദറിനെ കേൾക്കാമല്ലോ. ഹല്ലേലൂയ. ഇപ്പോൾ ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനമാണ് യേശു ക്രിസ്തു. യേശുവിനെ കൈക്കൊണ്ടവർ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളെങ്കിൽ റോമാലേഖനം 8:15 മുതൽ വായിക്കുന്നത്, ദൈവത്തിൻ്റെ മക്കളെങ്കിൽ നമ്മൾ അവകാശികളാണ്. എന്തിൻ്റെ അവകാശികൾ? നിത്യജീവൻ്റെ അവകാശികൾ. ഇനി നിത്യജീവൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് ഒരു റിസറക്റ്റഡ് ക്രൈസ്റ്റിൽ വ്യാപരിക്കുന്ന ജീവനാണ്. റിസറക്റ്റഡ് ലൈഫാണ്. ഉയർപ്പിൻ്റെ വ്യാപാര ശക്തിയാണ്. ഉയർത്തെഴുന്നേറ്റവൻ്റെ ആത്മാവാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. അതിനെയാണ് നിത്യജീവനെന്ന് നമ്മൾ വിളിക്കുന്നത്. യേശു മരിച്ചു, അടക്കപ്പെട്ടു, കല്ലറയിൽ നിന്ന് പുറത്തു വന്നത് ആ ഉയർപ്പിൻ്റെ ശക്തി അവൻ്റെ മേൽ വ്യാപരിച്ചതുകൊണ്ടാണ്. ഉയർപ്പിൻ്റെ ശക്തി നിന്നിൽ വ്യാപരിക്കുമ്പോൾ ഒരു രോഗത്തിന് നിന്നെ കീഴടക്കാൻ പറ്റുമോ? ഇല്ല. ഒരു പാപത്തിന് നിന്നെ ബന്ധനത്തിലാക്കാൻ കഴിയുമോ? ഇല്ല. ഒരു ശാപത്തിൻ്റെ കീഴിലാണോ നീ ജീവിക്കുന്നത്? അല്ല. നീ ജീവിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ സ്നാനജല നദിയിൽ ഇറങ്ങി സ്നാനപ്പെട്ടത് അതൊരു മാനുഷികമായ ഒരു കർമ്മമാണ്, ഒരു ആചാരമാണ്, ഒരു അനുഷ്ഠാനമാണ്. പക്ഷേ നീ പുറത്തു വന്നപ്പോൾ നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്നത് നിത്യജീവനാണ്, റെസറക്റ്റഡ് ലൈഫാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവാണ് നിങ്ങളിൽ വസിക്കുന്നത്. യേശു മരിക്കുന്നതിന് മുമ്പ് 3.5 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ച ഒരു ജീവിതമല്ല യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള യേശുവിൻ്റെ ജീവിതം. അത് രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുക. യേശുവിനെ കുറിച്ചുള്ള ചില പേരുകൾ പരിചയപ്പെടുത്താം. നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ ഒരാഴ്ച മുഴുവൻ തുടർമാനമായി പഠിക്കാൻ നിങ്ങൾ വരണം, നിങ്ങളിത് കേൾക്കണം. നമ്മൾ ഈ സൂം മീറ്റിങ്ങിൽ നമ്മളത് പങ്കുവെക്കുന്നുണ്ട്. നിങ്ങളിൽ ജോയിൻ ചെയ്യണം. നമുക്ക് എല്ലാം അറിയാമെന്നും പറഞ്ഞിരിക്കരുത്. ഒന്നും അറിയത്തില്ല എന്നുള്ളതാണ് വസ്തുത. ഞാനീ പ്രസംഗിക്കുന്നത് എനിക്കെല്ലാം അറിയാമെന്ന് ഞാൻ ധരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഐ വിൽ നോട്ട് ബി എ ടീച്ചബിൾ പേഴ്സൺ. എനിക്ക് ഒരു പഠിപ്പിക്കാൻ കൊള്ളാവുന്നൊരു മനുഷ്യനായി മാറും. എനിക്കെല്ലാം അറിയാമെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെയായി തീരുക. ഒരു അഹങ്കാരം ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ. അതുകൊണ്ട് എപ്പോഴും ടീച്ചബിൾ ആയിരിക്കണം നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ നിങ്ങളുടെ ഹല്ലേലൂയ കേട്ടിട്ട് വേണം ഞെട്ടി ഉണരാൻ. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആൾക്കൊരു ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുക. നിങ്ങൾക്ക് വലിയ അഭിഷേകം ഉണ്ടെങ്കിൽ അങ്ങോട്ടും കൈമാറിക്കോ. തന്നെ അഭിഷേകം പ്രാപിച്ചാൽ പോരല്ലോ, എല്ലാവർക്കും പകരണ്ടേ. പ്രൈസ് ദി ലോർഡ്. അപ്പം 18-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, യേശു വർണ്ണിച്ചുകൂടാൻ കഴിയാത്ത ദാനമാണ് യേശു. 2 കൊരിന്ത്യർ 9:15. അവൻ നമ്മുടെ ന്യായാധിപനാണ്. അപ്പോസ്തലപ്രവൃത്തി 10:42. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം നീതിയിൽ ന്യായം വിധിപ്പാൻ ദൈവം ലോകത്തിൽ ഒരു ദിവസം ദൈവം നിയമിച്ചിരിക്കുകയാണ്. ഒരു പുരുഷനെ നിയമിച്ചിരിക്കുന്നു. അത് മറ്റാരുമല്ല, കർത്താവായ യേശുവാണ്. നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, ദൈവം ഒരു പുരുഷനെ നിയോഗിച്ചു. ആരാണ്? യേശു ക്രിസ്തു. സകലത്തെയും ന്യായം വിധിപ്പാൻ പിതാവല്ലിരിക്കുന്നത് പുത്രൻ തമ്പുരാനാണ്. ആ പുത്രൻ തമ്പുരാൻ ന്യായവിധിയാളനായിരിക്കുന്ന നാളിൽ ആ പുത്രനുമായി ബന്ധമില്ലാത്തവൻ അവൻ്റെ മുമ്പിൽ ചെന്നാൽ അവൻ നരകക്കുഴിയിലേക്ക് പോകാൻ വേണ്ടിയുള്ളൊരു ന്യായവിധിയാണ് ദൈവം നൽകാനിരിക്കുന്നത്. എന്നാൽ അവനെ നീ അറിയുകയും നീ അവനെ അറിയുകയും മാത്രമല്ല നിന്നെ അവൻ അറിയുകയും ചെയ്താൽ, അല്ലേ? 1 കൊരിന്ത്യർ 8:3 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം. 1 കൊരിന്ത്യർ 16:22 പറയുന്നു, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് അവനെ അറിയാനുള്ള മാധ്യമം സ്നേഹമാണ്. സ്നേഹത്തിലൂടെയാണ് ദൈവത്തെ നമ്മൾ അറിയുന്നത്. കാരണം ദൈവം സ്നേഹം തന്നെ. ഞാനീ പറയുന്നത് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ ഇത്രയും വർഷമായില്ലേ വചനം പഠിക്കുന്നത്. നമ്മൾ ഇനിയും എന്താ പറഞ്ഞ LKG ക്ലാസ്സിലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇനി കട്ടിയായ ആഹാരം നമുക്ക് ലഭിക്കണം. അതുകൊണ്ട് യേശു ആരാണ്? അവൻ ന്യായാധിപനാണ്. അവൻ കിങ് ഓഫ് കിങ്സ് ആണ്. വെളിപ്പാട് 17:14 1 തിമോത്തി 6-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നത് രാജാധിരാജാവാണ് അവൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ക്ലേശം തീർന്നു നാം
നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ, വാസമൊരുക്കാൻ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ഞാൻ ബൈബിളിൽ ഉടനീളം യേശുവിനെ കുറിച്ച് പറഞ്ഞ കുറേ നാമങ്ങൾ പറയാം. അതിനുശേഷം യഹോവ എന്ന പേരിനോട് ബന്ധപ്പെട്ട ചില നാമങ്ങളും പറയാം. ഇതൊന്നൊരു ആമുഖം പോലെ പറയുന്നതേ ഉള്ളൂ. ഈ ദിവസങ്ങളിലും അടുത്ത ഞായറാഴ്ചയോടുകൂടെ അവസാനിക്കുന്ന നിലയിൽ ഇതിനെ ഒന്നും പറഞ്ഞാൽ തീരില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം യേശുവിൻ്റെതാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു വ്യക്തിത്വം ഏലിയാവല്ല, യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയോ? ചില ആളുകൾക്ക് ഏലിയാവിനെക്കുറിച്ച് പ്രസംഗിക്കാതെ ഒരു പ്രസംഗമില്ല. 1 രാജാക്കന്മാരും 18-ാം അധ്യായം, 19-ാം അധ്യായം, 17-ാം അധ്യായം, 16-ാം അധ്യായം പ്രസംഗിച്ച് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നടത്തുന്നു. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ ഒരിക്കൽ നമ്മുടെ കൂടെ അല്ലാതെ ഭൂതങ്ങളെ ബഹിഷ്കരിക്കുന്ന ഒരുവനെ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ബഹിഷ്കരിക്കുന്ന ഒരുവനെ കണ്ടു. ആ സ്വർഗത്തിൽ ആകാശത്തിൽ നിന്ന് തീയിറക്കി അവരെ നമുക്ക് നശിപ്പിച്ചുകൂടാൻ പ്രാർത്ഥിച്ചുകൂടെയോ എന്ന് യേശുവിനോട് ചോദിക്കുന്നത്. യേശു ചോദിക്കുന്നത്, നിങ്ങൾ ഏതാത്മാവിന് അധീനപ്പെട്ടിരിക്കുന്നു? ഈ ഏലിയാവിനെ കുറിച്ച് കേട്ട് ഏലിയാവിൻ്റെ ആത്മാവ് കയറരുത്. ഏലിയാവിനോടല്ല നമ്മൾ ചേരേണ്ടത്, യേശുവിനോട് നമ്മൾ ചേരണം. ഏലിയാവിനെ കുറിച്ച് പ്രസംഗം കേൾക്കുന്നത് പ്രസംഗിപ്പിച്ച് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ കൊണ്ടുവരേണ്ടത് യേശുവിലേക്കാണെങ്കിൽ, യേശുവിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ അത് കുഴപ്പമില്ല. മറിച്ചാണെങ്കിൽ അപകടമാണ്. വേദപുസ്തകത്തിൽ മറ്റൊരുത്തനിലേക്കും നമ്മൾ തിരിയാൻ വേണ്ടിയല്ല ബൈബിൾ നമുക്ക് തന്നിരിക്കുന്നത്. പ്രവാചകങ്ങളിലും ന്യായപ്രമാണത്തിലും എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു തന്നെ പറഞ്ഞു കൊടുത്തു. പ്രവാചക ഗ്രന്ഥങ്ങളിൽ, ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന അവർക്ക് തെളിയിച്ചു കൊടുത്തു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ, നല്ല വീര്യത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഇന്ന് യേശുവിൻ്റെ നാമം നമ്മുടെ ഉള്ളിൽ കത്തിപ്പടരണം. ആ നാമത്തിൻ്റെ ശക്തി നമ്മൾ വ്യാപരിക്കാൻ തുടങ്ങണം. ഈ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ റെവലേഷൻസ് കിട്ടിയാൽ, നിങ്ങൾ ഈ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ അവൻ മലകളെ മാറ്റും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. നിങ്ങൾ കണ്ടിട്ടില്ലേ യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്നത്? അത് ആ വ്യക്തിയുടെ പ്രത്യേകതയാണോ അതോ യേശുവിൻ്റെ നാമത്തിൻ്റെ സവിശേഷതയാണോ? ആദ്യ നൂറ്റാണ്ടിലെ അപ്പസ്തോലന്മാരെ അവർ ഭയക്കാൻ കാരണം അവൻ്റെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു കൊണ്ടല്ല, അവർ ഹമാസ് ഭീകരരെ പോലെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നത് കൊണ്ടല്ല. അവരുടെ കയ്യിൽ വാളുകളില്ല, അവരുടെ കയ്യിൽ യാതൊരു പാറ്റൻഡായിക്കുമില്ല, ഒരു വിമാനവുമില്ല, ഒരു യാത്രാ വാഹനം പോലുമില്ല, ഒരു കഴുതക്കുട്ടി പോലുമില്ല. പക്ഷെ അവർ ഭയപ്പെട്ടത് യേശുവിൻ്റെ നാമത്തെയാണ്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. അല്ലയോ ക്രിസ്ത്യാനി, നിനക്ക് ദൈവം സൗജന്യമായി തന്നിരിക്കുക ഈ നാമത്തെ. ഇതിനെ നീ എടുത്തുപയോഗിച്ചാൽ, അതിനെക്കുറിച്ചുള്ള വെളിപ്പാടോടുകൂടി നീ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നിന്റെ മുമ്പിൽ ഭൂതങ്ങൾ കീഴടങ്ങാൻ തുടങ്ങും. നിന്റെ മുമ്പിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. നിന്റെ മുമ്പിൽ കുഷ്ഠരോഗികൾ സുഖപ്പെടാൻ തുടങ്ങും. നിന്റെ മുമ്പിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്യാൻ തുടങ്ങും. ഉറക്കെ പറഞ്ഞ യേശുവേ. നല്ലൊരു ബഹുമാനത്തോടെ നമ്മൾ പലതരത്തിലാണ് യേശുവിനെ വിളിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അവനെക്കുറിച്ചുള്ള വെളിപ്പാട് നിറഞ്ഞാൽ ആ യേശു എന്ന നാമം വിളിക്കുമ്പോൾ നമുക്കതിനുള്ള അധികാരം തന്ന ദൈവത്തിന് നന്ദിയോടെയാണ് നമ്മൾ പറയുന്നത്. കാരണം ഈ നാമമാണ് നമ്മളെ ഉയർത്തിയത്. ബൈബിളിൽ ഒരുപാട് പഠിക്കാനുണ്ട് യേശുവിൻ്റെ നാമത്തെക്കുറിച്ച്. അതുകൊണ്ട് കിങ് ഓഫ് കിങ്സ്, അവൻ രാജാധിരാജാവാണ്. പറഞ്ഞ രാജാധിരാജാവാണ്. ആരുടെ രാജാവാണ്? ആരാ ഈ രാജാക്കന്മാർ? ഒരു രാജ്യത്തിലെ സാധാരണ പ്രജകളുടെ രാജാവിനെ വിളിക്കുന്നത് രാജാവെന്നാണ്. പക്ഷേ ഈ രാജാവിൻ്റെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഡൊമൈൻ എന്ന് പറയുന്ന ആ അധികാര പ്രവിശ്യയിൽ നിലകൊള്ളുന്നത് രാജാക്കന്മാരാണ്. ആ രാജാക്കന്മാരെ ഭരിക്കുന്നവനെയാണ് രാജാധിരാജാവെന്ന് വിളിക്കുന്നത്. ആരാണ് ആ രാജാക്കന്മാർ എന്ന് പറയാവുന്നെങ്കിൽ നമ്മൾ രാജാക്കന്മാരാണ്. ഇപ്പോൾ എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളൊരു രാജാവിനെ പോലെ ജീവിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ വിശ്വാസത്തോടെ പറഞ്ഞു തുടങ്ങണം, ഞാനൊരു രാജാവാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എനിക്ക് രാജകീയ പുരോഹിത റോയൽ പ്രീസ്റ്റ്ഹുഡാണ്. പ്രൈസ് ദി ലോർഡ്. റോയൽ പ്രീസ്റ്റ്ഹുഡാണ്. ദൈവവചനത്തിൻ്റെ അർത്ഥതലങ്ങൾ അറിയത്തില്ലാത്തത് കൊണ്ട് നമുക്ക് തെറ്റിപ്പറ്റിപ്പോകും. ഇന്നും യെരൂശലേം ദേവാലയത്തിൽ യാഗങ്ങൾ നടക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ആലയത്തോട് ബന്ധപ്പെട്ട് യാഗങ്ങൾ നടക്കാൻ വേണ്ടി അവർ തയ്യാറെടുക്കുന്നുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ഇനി യാഗത്തിൻ്റെ ആവശ്യമില്ല. കാരണം
ഒരിക്കലായി നടന്ന ഏകയാഗത്താൽ അവൻ സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. ഇനി നമ്മൾ എല്ലാം പുരോഹിതന്മാരാണ്, രാജകീയ പുരോഹിതന്മാരാണ്, രാജകീയ പുരോഹിതന്മാരാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ വചനം എന്താ പറയുന്നേ? നമ്മെ സ്നേഹിച്ചവനും സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി, 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച്, ബൈബിൾ എടുത്ത് തുറന്ന് വായിച്ചേ, നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ചു എന്ന വാക്ക് റിഡീംഡ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ റിഡംഷൻ. നമുക്ക് ഒരു വിടുതലുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ കണക്ക് പട്ടികയിൽ നമ്മൾ കൊടുത്തു തീർക്കേണ്ട കടത്തെ കൊടുത്തു തീർത്തു യേശുവിൻ്റെ അമൂല്യമായ രക്തത്താൽ. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിച്ച്. നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കിത്തരും. രാജ്യമെന്നല്ല, ഇംഗ്ലീഷിൽ കിങ്സ് ആൻഡ് പ്രീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ രാജാക്കന്മാരാണ്. രാജാക്കന്മാരുടെ പ്രത്യേകത എന്താണ്? രാജാക്കന്മാർ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒന്നിനും കുറവ് ഇല്ല. അവർ നടക്കുന്നത് അവരുടെ മണ്ഡലത്തിൽ അതിനെ ഭരിച്ചുകൊണ്ടാണ്. അവർ നടക്കുന്ന വഴികളിൽ അവരൊരിക്കലും വീണുപോകില്ല. അവർ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. എന്തിൻ്റെ പേരിലും അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ കൈക്കൂലിക്ക് മുമ്പിൽ വഴങ്ങുന്നവരല്ലവർ. അവർക്കറിയാം, ഈ ലോകത്തിലെ എത്ര കലവറകൾ അടച്ചാലും സ്വർഗത്തിലെ തമ്പുരാൻ എനിക്ക് വേണ്ടി തുറന്ന കലവറയെ അടയ്ക്കാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ജീവിതം മാറാൻ നമ്മുടെ മനസ്സിൻ്റെ മൈൻഡ് സെറ്റുകളൊന്ന് മാറ്റിയെഴുതണം. ഈ വചനപ്രകാരം നിങ്ങൾ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കണം. ഞാൻ വീണ്ടും യേശുവിനെക്കുറിച്ച് പറയട്ടെ. യേശുവിനെക്കുറിച്ച് കുഞ്ഞാടെന്ന് വിളിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29, ലൈറ്റ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ വെളിച്ചം. യോഹന്നാൻ 8:12, ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ, യഹൂദ ഗോത്രത്തിൻ്റെ സിംഹം എന്ന് വിളിച്ചിട്ടുണ്ട്. വെളിപ്പാട് 5:5, അവൻ എല്ലാവരുടെയും കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെ. 1 തിമോത്തി 2:5 ഏക മധ്യസ്ഥൻ എന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവനെക്കുറിച്ച് മശിഹ, അല്ലെങ്കിൽ യോഹന്നാൻ 1:41 അവനെ മശിഹ എന്ന് വിളിക്കുന്നത് നമ്മൾ കാണുന്നു. മൈറ്റി വൺ, യെശയ്യാവിന്റെ 60:16 പറഞ്ഞിരിക്കുന്നത് അവൻ സർവശക്തനാണ്, മൈറ്റി വൺ. വീണ്ടും യോഹന്നാൻ 8:36 വൺ ഹു സെറ്റ്സ് ഫ്രീ, പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരായിരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ സ്വാതന്ത്ര്യം വരുത്തുന്നവൻ അവനാണ്. ഇവിടെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും നുകത്തിൻ്റെ കീഴിലാണെങ്കിൽ, പാപത്തിൻ്റെയോ രോഗത്തിൻ്റെയോ സാമ്പത്തിക പരാധീനതയുടെയോ ഏത് നുകവുമാകട്ടെ, അതിനെ പൊട്ടിക്കാൻ യേശുവിൻ്റെ നാമം മതിയായതാണ്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ മേൽ ഇനി ഒരു നുകം ഇരിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ അവൻ നമ്മുടെ പ്രത്യാശയാണ്. 1 തിമോത്തി 1:1 അവൻ നമ്മുടെ സമാധാനമാണ്. എഫേസ്യ ലേഖനം 2:14, മർക്കോസ് 6:4 ഹീസ് അവർ പ്രോഫറ്റ്, അവൻ നമ്മുടെ പ്രവാചകനാണ്. യേശുവിൽ പ്രവചനമുണ്ട്. യേശുവിൻ്റെ ആത്മാവ് ഉള്ളവരിലും പ്രവചനമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത വിഷയം ഒരു പ്രോഫറ്റ് നിങ്ങളോട് ഇടപെട്ടാൽ, അവൻ നിങ്ങൾക്ക് വേണ്ടി അത് പറഞ്ഞാൽ ദൈവം അത് ചെയ്തിരിക്കും. നിങ്ങളൊരു പ്രവാചകനെന്ന് കണ്ട് അവനെ നീ ബഹുമാനിച്ചാൽ പ്രവാചകന്റെ പ്രതിഫലം നിനക്ക് കിട്ടുമെന്ന ദൈവവചനം പറയുന്നത്. നീ ഒരു പ്രോഫറ്റായി കണ്ടാൽ, അതിനുള്ള ബഹുമാനം കൊടുത്താൽ, അവനിൽ നിന്ന് വരാനിരിക്കുന്നത് വെറും വാചകങ്ങളല്ല, നിന്റെ ജീവിതത്തിലെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള മെസ്സേജുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു നീതിമാനെന്ന് കണ്ട് നീതിമാനെന്ന് വെച്ചാൽ നീതിമാന്റെ പ്രതിഫലം ദൈവം തരുന്നവനാണ്. അപ്പോൾ പ്രോഫറ്റാണ് അവൻ. നമ്മുടെ വിടുതലിന്റെ കാരണഭൂതനാണ്. ഇയ്യോബ് 19:25 ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരൻ പറഞ്ഞേ, വീണ്ടെടുപ്പുകാരൻ. വീണ് കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാ വീണ്ടെടുപ്പുകാരൻ. വിലയ്ക്ക് വാങ്ങിയവൻ്റെ പേരാണ് വീണ്ടെടുപ്പ്. അവൻ വില കൊടുത്ത് നമ്മൾ വാങ്ങിച്ചിരിക്കുക. നിങ്ങൾ എത്ര പേർ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളിവിടെ വന്നത് നിങ്ങളുടെ സ്വന്തം ചെലവിലായിരിക്കാം. പക്ഷേ കുഞ്ഞെ, നിന്റെ പോക്കറ്റിൽ വണ്ടിക്കൂലിക്ക് കൊടുക്കാൻ പൈസ തന്നത് തമ്പുരാനാണ്. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞോണം. എത്രയോ ലോകത്തിലെ മനുഷ്യ ദാരിദ്ര്യത്തിലും വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ, പൊന്നു കുഞ്ഞെ, നീ അനുഗ്രഹിക്കപ്പെട്ടത് നിന്റെ പാരമ്പര്യം കൊണ്ടല്ല, നിന്റെ കളറ് കണ്ടിട്ടില്ല, നിന്റെ സൗന്ദര്യം കണ്ടിട്ടില്ല, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത കണ്ടിട്ടില്ല. ആ തമ്പുരാൻ നിന്നോട് മനസ്സലിവുള്ളവനായതുകൊണ്ടാണ്. അവൻ കരുണാർദ്ര ഹൃദയമുള്ളവനായതുകൊണ്ടാണ്. കരുണാമയനെ കാവൽ വിളക്കെ കനിവിൻ നാളമേ, കരുണാമയനെ കാവൽ വിളക്കെ കനിവിൻ നാളമേ, അശരണരാകും
ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ. അഭയം നൽക. കരുണാമയനായ ദൈവം, ഉറക്കെ പറഞ്ഞ കരുണാമയനാണ്. നമ്മളോട് അവൻ കരുണ കാണിക്കുന്നത് കൊണ്ടാണ്. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ഹീസ് അവർ റിസൺ ലോഡ്. നമ്മുടെ ഉയർപ്പിക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് യേശു. 1 കൊരിന്ത്യർ 15:3-4 വാക്യങ്ങൾ. ഹീസ് അവർ റോക്ക്, പാറയാണ്. നമ്മൾ 1 കൊരിന്ത്യർ 10 അധ്യായം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 10 അധ്യായം. എനിക്ക് അവിടെ നിന്ന് ചില കാര്യം പറയാൻ ആഗ്രഹമുള്ളത് കൊണ്ട് പറയുക. 1 കൊരിന്ത്യർ 10 അധ്യായം ഒന്ന് എടുക്കാവും. നമ്മളിൽ പലരും സ്നാനപ്പെട്ട് യേശുവിനോടല്ല ചേർന്നിരിക്കുന്നത്. ഈ ക്രിസ്തീയ കോളത്തിൽ പലരും സ്നാനപ്പെട്ട് യേശുവിനോടാണ് ചേരേണ്ടത്. 1 കൊരിന്ത്യർ 10 ഈ ഇസ്രായേൽ മക്കൾ കടന്നു വന്നപ്പോൾ, നിങ്ങൾ വായിച്ചേ, എടുത്തോ, ബൈബിള് വായിച്ചോ, എടുത്തോ. 1 കൊരിന്ത്യർ 10 മുതൽ വായിച്ചേ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. അടുത്ത വാക്യം. എല്ലാവരും സമുദ്രത്തോടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് യേശുവിനോട് ചേർന്നു. അങ്ങനെയാണ് എഴുതിയേ. ആരെയോട് ചേർന്നു? മോശയോട് ചേർന്നു. അപ്പം മോശയുടെ ന്യായപ്രമാണം വായിക്കുമ്പോൾ, ആ വചനം പാലിക്കുമ്പോൾ മോശയോട് ചേർന്നവർ അതിനനുസരിച്ച് പ്രതികരിച്ചു കൊണ്ടിരിക്കും. പക്ഷേ യേശുവിനോട് ചേർന്നവരുടെ ജീവിതം എൻറ്റയർലി ഡിഫറൻ്റ് ആണ്.